CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള റിവിഷൻ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ആവശ്യം തള്ളിയ വിജിലൻസ് കോടതി വിധിക്കെതിരെ കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ നൽകിയ ഹർജിയാണ് സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരുന്നത്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ നടപടിക്രമങ്ങളിലും തീരുമാനങ്ങളിലും പാളിച്ച പറ്റിയെന്നും ഉത്തരവ് റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. CMRL എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ തീരുമാനം നിയമാനുസൃതമല്ലെന്നാണ് മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജിയിലെ പ്രധാന ആക്ഷേപം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചല്ല തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജിയിൽ തീരുമാനമെടുത്തത്. അഴിമതി തെളിയിക്കുന്ന 27 രേഖകൾ ഹാജരാക്കി. എന്നാൽ ഇതൊന്നും അംഗീകരിക്കാതെയാണ് കോടതി വിജിലൻസ് അന്വേഷണ ആവശ്യം തള്ളിയത്. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ക്രിമിനൽ ഗൂഢാലോചനയ്ക്കും കേസെടുക്കണം. ക്രിമിനൽ നടപടിക്രമം അനുസരിച്ച് പരാതി ലഭിച്ചാൽ പരാതി അന്വേഷണ ഏജൻസിക്ക് കൈമാറണമെന്നാണ് നിയമം. അല്ലെങ്കിൽ വിചാരണ കോടതി നടപടിക്രമങ്ങൾ സ്വീകരിക്കണം. ഇത് രണ്ടും തിരുവനന്തപുരം വിജിലൻസ് കോടതി ചെയ്തില്ല. വിജിലൻസ് കോടതി ജഡ്ജി നിയമത്തിന്റെ ഭാഷയ്ക്കപ്പുറം വ്യതിചലിച്ചു. ഇത് ക്രിമിനൽ നടപടിക്രമം 190 വകുപ്പിന്റെ ആശയത്തിന് വിരുദ്ധമാണെന്നും റിവിഷൻ ഹർജിയിലുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്വകാര്യ കമ്പനിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകിയെന്നതിലാണ് പരാതി അനുസരിച്ച് കുറ്റകൃത്യം വെളിപ്പെടുന്നില്ലെന്നാണ് വിചാരണ കോടതിയുടെ കണ്ടെത്തൽ. സ്വന്തം മകളുടെ കമ്പനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയായ അച്ഛൻ ദുർവിനിയോഗം നടത്തിയെന്നാണ് ആക്ഷേപം. ഇക്കാര്യം കോടതി പരിഗണിച്ചില്ല. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഹർജിയെന്നാണ് വിജിലൻസ് കോടതിയുടെ വിധിയിൽ പറയുന്നത്. ഇത് യുക്തിഭദ്രതയില്ലാത്ത തീരുമാനമാണ്. അഴിമതിക്കെതിരെ പരാതിയുമായി കോടതിയെ സമീപിക്കാൻ പൗരന് അവകാശമുണ്ട്. സുപ്രീം കോടതിയുടെ മുൻകാല വിധികൾ പാലിക്കാത്തതാണ് വിജിലൻസ് കോടതിയുടെ വിധി. വിചാരണ കോടതിയുടെ നടപടിക്രമങ്ങളിൽ പാളിച്ച പറ്റി. ഈ സാഹചര്യത്തിൽ വിജിലൻസ് കോടതിയുടെ തീരുമാനം റദ്ദാക്കണം എന്നുമാണ് റിവിഷൻ ഹർജിയിലെ ആവശ്യം. സമാന വിഷയത്തിലെ മറ്റൊരു ഹർജി ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു നൽകിയ ഹർജിയിൽ പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളോട് മറുപടി സത്യവാങ്മൂലം നൽകാൻ ഹൈക്കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. മാത്യു കുഴൽനാടന്റെ ഹർജിയിൽ പിണറായി വിജയൻ മാത്രമാണ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നുള്ള എതിർകക്ഷി. ജസ്റ്റിസ് K ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മാത്യു കുഴൽനാടന്റെ റിവിഷൻ ഹർജി പരിഗണിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.